സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വല്ലാതെ കൂടി വരുന്നു. നമ്മൾ നിർഭയ ഉൾപ്പെടെ നമ്മുടെ ഗോവിന്ദചാമി കേസ് ഉൾപ്പെടെ ഒരുപാട് കേസുകൾ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും കോടതികൾ പീഡനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിർവചനങ്ങൾ മാറ്റാറുണ്ട്. ആ അത് ആ സാരി തുമ്പലൊന്ന് പിടിച്ചതല്ലേ ഉള്ളൂ, പാവാട ചരടിൽ പൈജാമയുടെ ചരടിലൊന്ന് വലിച്ചതല്ലേ ഉള്ളൂ, മാറിലൊന്ന് തൊട്ടതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത്ര വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ചില കോടതികൾ വിധി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മുടെ സുപ്രീം കോടതിയുടെ പുതിയ സൂര്യവെളിച്ചമായ ജസ്റ്റിസ് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു 3 അംഗ ബെഞ്ച് ഇതിനെയൊക്കെ ഈ പഴയുള്ള ഈ പല കാര്യങ്ങളും പൊളിച്ചെഴുതുന്ന കൂട്ടത്തിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒരു പുതിയ നിർവചനമൊക്കെ കൊണ്ടുവരുന്ന തരത്തിലൊരു വിധി പറഞ്ഞിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചായിരുന്നു? ഞാനത് ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട്, അത് 2013 ഏപ്രിൽ 1-ാം തീയതിയാണ് നോട്ടിഫൈ ചെയ്യുന്നത്. ആ ആക്റ്റിലാണ് നേരത്തെ ഉണ്ടായിരുന്ന റേപ്പ് എന്നുള്ള ബലാത്സംഗത്തിൻ്റെ വിശദമായ സ്ത്രീ പീഡനം ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ നടക്കാം, അതിൽ ബലാത്സംഗത്തിന് ഒരു 10-13 പറഞ്ഞിട്ടുണ്ട്. ഡെഫിനിഷൻസ്, ഡിസ്ക്രിപ്ഷൻസ്, ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ ബലാത്സംഗമായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉള്ള ഒരു കാര്യം പോലും ഈ കോടതികളിൽ ഒന്നുപോലും സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഇത് അതായത് മുമ്പ് പെനിട്രേഷൻ വേണമായിരുന്നു, ഇപ്പം അത് വേണ്ട. മുമ്പ് അതിന് തെളിവ് വേണമായിരുന്നു, ഇപ്പം അത് വേണ്ട എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ കേരളത്തിലെ കോടതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇഫ് എ വുമൻ സേസ് നോ കൺസെൻറ്റ്. അതെ, സ്ത്രീ പറയണ് എനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സമ്മതം ഉണ്ടായിരുന്നില്ല. അത് ഈവൻ വൈഫാണെങ്കിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കൺസെൻറ്റ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച വളരെ വിശദമായ പരിശോധനയാണ് ട്രയൽ കോടതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയമത്തിനെതിരാണ്, നിയമവിരുദ്ധമാണ്. കാരണം നിയമം അങ്ങനെ പറഞ്ഞിരിക്കെ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്യാതെ അതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തി ഞങ്ങൾ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ കണ്ടെത്തി ഇത് കൺസെൻ്റ് അല്ലേ. അത് നല്ലതല്ലേ സാറേ? കാരണം നമ്മൾ ഗാർഹിക പീഡന നിയമം വന്നു, അത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഒരുപാട് അമ്മായിമ്മമാരും ഭർത്താക്കന്മാരും ജയിലിൽ പോയപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു, നിങ്ങൾ അറസ്റ്റ് ചെയ്യരുത്. അല്ല, അത് തെറ്റാണ്. അങ്ങനെയല്ല. അത് ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗം തടയാനുള്ള സംവിധാനമാണ് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യം ദുരുപയോഗം ചെയ്യുന്നു എന്ന് കരുതി അതിൻ്റെ ഉപയോഗം തടയുന്നത് ശരിയല്ല. ഇപ്പോൾ കത്തി കൊണ്ട് ആളുകളെ കുത്തിക്കൊല്ലുന്നു എന്ന് കരുതിയിട്ട് കത്തി ഉപയോഗിക്കാൻ പാടില്ല. 498 ഒരുപാട് ദുരുപയോഗം ചെയ്യും. അല്ല, ഞാൻ പറയണ 498 ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. അത് ആരെങ്കിലും, എല്ലാവരും ദുരുപയോഗം ചെയ്യുന്നില്ല, ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗം തടയാനും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഉള്ള സംവിധാനം അതിനകത്ത് വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാതെ ഇങ്ങനെ കോടതി വിധിക്കുന്നത് ശരിയായൊരു രീതിയല്ല. കാരണം അതിൽ അറസ്റ്റ് ചെയ്യണമെന്ന് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, അറസ്റ്റ് ചെയ്യണ്ടെന്ന് കോടതി പറയുന്നു. അറസ്റ്റ് ചെയ്യുക, അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ. നേരത്തെ പരാതി കൊടുത്ത ഉടനെ അറസ്റ്റ് ആയിരുന്നു. അല്ല, നേരത്തെ പരാതി കൊടുത്താൽ ഉടനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അത്രയേറെ അരക്ഷിതത്വം സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും ഈ ഇന്ത്യയിൽ അനുഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മഹാഭൂരിപക്ഷത്തെയും സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ ഒരു ലഘു ന്യൂനപക്ഷം അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗത്തിൻ്റെ പേരിൽ മഹാഭൂരിപക്ഷത്തിന് നീതി കിട്ടുന്നൊരു കാര്യം തടയുന്നത് ശരിയായ രീതിയല്ല. അതാണ് എൻ്റെ വാദം ഇതിനകത്ത്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ആ സെക്ഷൻ ഓഫ് ദാറ്റ് ആക്ട് സ്റ്റാൻഡ്സ് സ്ട്രൈക്ക് ഡൗൺ എന്ന് പറഞ്ഞേക്ക് ഒരു വിരോധമില്ല. അത് ഞങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു, ആ സെക്ഷൻ ഇല്ല, ആ സെക്ഷൻ ഇപ്പോൾ അസാധുവാണ് എന്ന് പറഞ്ഞേക്ക്. ആ സെക്ഷൻ നിലനിൽക്കുകയും അതിന് വിരുദ്ധമായിട്ട് ചെയ്യണം എന്ന് പറയുകയും ചെയ്യുന്നത് നിയമപരമായി സാധൂകരണം കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കോടതി എന്താണ് മനസ്സിലാക്കണമെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അലഹബാദ് ഹൈക്കോടതി ആണ്
ഈ കഴിഞ്ഞ മാർച്ച് 17-ാം തീയതി 2025 മാർച്ച് 17-ന് പറഞ്ഞ് മാറത്ത് സ്പർശിച്ചതും ഈ പാവാട ചരട് വലിച്ച് അഴിച്ചതും അറ്റംപ്റ്റ് ടു റേപ്പ് അല്ല, മറിച്ച് പ്രിപ്പറേഷൻ ഫോർ റേപ്പായിരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അത് പറഞ്ഞ ജഡ്ജിക്ക് അല്ലാതെ വേറെ ലോകത്താർക്കും അറിയില്ല. രണ്ടും ഏതാണ്ട് ഒന്നു തന്നെയല്ലേ? പ്രിപ്പറേഷൻ ആയിരുന്നു, അറ്റംപ്റ്റ് അല്ല എന്ന്. അപ്പോൾ അറ്റംപ്റ്റും പ്രിപ്പറേഷനും രണ്ടാക്കി തിരിച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യണം ആ നിയമത്തെ. ഈ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ആണ് അവഹേളനം, ട്രസ്പാസാണ്. അത് അവഹേളനമാണ്, അവൾ ചെയ്യാൻ പാടില്ല, അതാണ് നിയമം. അതിനാണ് നിയമം ഉണ്ടാക്കിയേക്കുന്നത്. ഇവർ പറയണത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം അതൊന്നും നമ്മളതൊരു ഒരു ഇതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അങ്ങനെ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കേസ് ഡൈല്യൂട്ട് ചെയ്തു. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ ഉണ്ടായി. ഈ പ്രതിഷേധം ഉണ്ടായപ്പോഴേക്കും എന്ത് ചോദിച്ചാൽ കോടതി സ്വമേധയാ അതിൽ കേസെടുത്തു, സുപ്രീം കോടതി. ആ കേസിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈംഗിക ലക്ഷ്യത്തോടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവളുടെ സമ്മതം ഇല്ലാതെ സ്പർശിക്കുന്നതും അവളുടെ പാവാട ചരട് വലിച്ച് അഴിക്കുന്നതും, പൈജാമ എന്നാണ് പൈജാമ നമുക്ക് പാവാട ചരട് അഴിക്കുന്നതും അറ്റംപ്റ്റ് ടു റേപ്പാണ് എന്ന് കോടതി പറഞ്ഞു എന്ന് മാത്രമല്ല, മൂന്നംഗ ബെഞ്ചാണ്. ചീഫ് ജസ്റ്റിസ് ഉണ്ട്, ജോയ് മലിയ ബെച്ചി ഉണ്ട്, പിന്നെ NV അനാർ പറഞ്ഞിട്ടൊരു ജഡ്ജും കൂടിയുണ്ട്. അവർ 3 പേരും കൂടി പറഞ്ഞ് ഇതെല്ലാ ഹൈക്കോടതിക്ക് ഇതിൻ്റെ നിർദ്ദേശം പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കാര്യത്തിൽ ഒരു സംശയം പറ്റില്ല. അല്ല, കോടതി ഇതിൻ്റെ വാദത്തിനിടയ്ക്ക് ഞാനത് ഈ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വളരെ വിശദമായി അതിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ റേപ്പ് കേസുകൾ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ് അല്ലെങ്കിൽ മോഡസ്റ്റി വിഷയത്തിലൊക്കെ സമീപിക്കുമ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാരമ്പര്യമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തത് ഹാർവാർഡിൽ പഠിച്ച ആളായിരുന്നു മുമ്പ് ചന്ദ്രചൂഡ്. അതെ, ചന്ദ്രചൂഡിൻ്റെ എല്ലാ ചന്ദ്രചൂഡ് ചന്ദ്രചൂഡിനെ ഒന്ന് കുത്തിയോ ഈ ഇപ്പോഴത്തെ ചീഫ് എന്നൊരു സംശയം? അല്ല, കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെറ്റില്ല. കാരണം ചന്ദ്രചൂഡിൻ്റെ അടിസ്ഥാനപരമായ സമീപനം യൂറോസെൻട്രിക് ആയിരുന്നു. ചന്ദ്രചൂഡ് അവിടെ നിന്ന് വിദ്യാഭ്യാസം കിട്ടിയാലേ വിദ്യാഭ്യാസം ആകുള്ളൂ എന്നും അറിവാകുള്ളൂ എന്നും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നമ്മൾ ആംഗ്ലോ സാക്സൺ രീതിയാണല്ലോ നമ്മുടെ. അതെ, അതിനിടയ്ക്ക് ഇതും കൂടി വരുന്നാൽ എന്ത് ചെയ്യും? എന്നിട്ട് കോടതി പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കരുതലും കാരുണ്യവുമാണ് ഈ വിധിന്യായങ്ങളെ സ്വാധീനിക്കേണ്ടത്. ആ കരുതലും കാരുണ്യവും ഉണ്ടാകണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് 2013 ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് വന്നിട്ടുള്ളത്. ആ ആക്ട് ഒന്നുകിൽ നിങ്ങൾ ആ ആക്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് ഇത് പറ്റില്ല. ഇത് ഞങ്ങൾ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ളതും രാജ്യത്ത് നിലനിൽക്കുന്നതുമായ നിയമത്തിനും ഭരണഘടനയ്ക്കും ഒന്നും ഇത് സാധ്യമല്ല, അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു എന്ന് കോടതി തീരുമാനിക്കുക. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാതെ അതവിടെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നൊരു സമീപനം ശരിയല്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഡൈല്യൂട്ട് ചെയ്യാണ്. പിന്നെ വേറൊരു ഉദാഹരണം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇരയാക്കപ്പെടുന്ന സ്ത്രീയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും വിചാരണ സമയത്ത് വിചാരണ സമയത്തല്ല, അത് അന്വേഷിക്കാൻ പാടില്ല, അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിചാരണയിൽ അതാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിവിടെ അനുവദനീയമല്ല, നിങ്ങളിത് ചോദിക്കരുത് എന്ന് പറയാൻ ജഡ്ജ് തയ്യാറാവുന്നില്ല. ജഡ്ജല്ലേ തടയേണ്ടത്, ജഡ്ജ് തയ്യാറാവുന്നില്ല. ജഡ്ജ് കേട്ടില്ല, വെർബൽ റേപ്പാണ് നടന്നത്. വെർബൽ. അപ്പോൾ ഒരിക്കൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് അപമാനിക്കപ്പെട്ട് ആത്മവീര്യം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി വീണ്ടും അതേ ട്രൗമയിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നൊരു സമീപനം ഈ കോടതികളുടെ കാര്യത്തിലുണ്ട്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇഫ് എ ലേഡി സേസ് നോ കൺസെൻറ്റ് ദർ ഈസ് നോ കൺസെൻറ്റ് എന്നും ദ പാസ്റ്റ് ലൈഫ് ഓഫ് ദാറ്റ് വിക്ടിം ഷുഡ് നെവർ ബി എ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഡിസ്കഷൻ ഇൻ ട്രയൽ കോർട്ട്സ് എന്നൊക്കെ ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സേഫ് ഗാർഡ് ചെയ്തിട്ടാണ് ഇതിനെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്.
അത് പോകുന്നതിന് ഒരു തടസ്സമായിട്ട് തീർച്ചയായിട്ടും ഈ വിധി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഈ വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഞാൻ 100% എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം ഇത് ഈ ഇപ്പം ഞാൻ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളോട് വലിയ മതിപ്പൊന്നും ഉള്ള ആളല്ല ഞാൻ. പക്ഷേ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പുരുഷ കമ്മീഷൻ വേണം. അതിനോട് എനിക്ക് യോജിപ്പുണ്ട്. എനിക്ക് യോജിപ്പുണ്ട് സാർ. നമ്മൾ ചേരാത്ത കാര്യം കൂടെ പറയണം. കാരണം ഒരുപാട് പുരുഷന്മാർ വിക്ടിംസ് ആവുന്നുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി. അല്ല, മൈനോറിറ്റി ആയിരിക്കാം. മൈനോറിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, യൂസും മിസ്യൂസും ഉണ്ട്. ഈ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യമുണ്ട്. വെറുതെ ഉണ്ടാക്കിയ ആക്റ്റല്ല. നിർഭയ സംഭവം വന്ന് സ്ത്രീകൾ വ്യാപകമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും ഭർതൃപീഡനം സഹിക്കുകയും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇന്നും ഉണ്ടല്ലോ പാമ്പിനെ കൊണ്ട് വരെ അതെ, പക്ഷെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ റീലെടുക്കാൻ വേണ്ടി ബസ്സിൽ കയറിയപ്പോൾ തട്ടി എന്ന് പറഞ്ഞൊരു ഒരാൾക്ക് ആക്ഷേപം വന്നു, അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഞാൻ പറയുന്നത് അപ്പോൾ ആ സംഭവിക്കാൻ എൻ്റെ ഒരു വനിതാ സുഹൃത്ത് പറഞ്ഞതെന്ന് അറിയാമോ, ഇപ്പോൾ ജെനുവിനായിട്ടൊരു ഇഷ്യൂ വന്നാൽ പോലും ഒരു സ്ത്രീക്ക് സമൂഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളവരുണ്ട്. അവരെ ഡീൽ ചെയ്യണം. അവർക്ക് കർശനമായ താക്കീതല്ല, ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം വേണം. പക്ഷേ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഉപയോഗം തടയുന്ന ഒരു രീതി ശരിയല്ല. കോഷ്യസ് ആയിട്ട് ഉപയോഗിക്കണം, ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കണം. ജുഡീഷ്യറിയും കോഷ്യസ് ആയിട്ട് ഉപയോഗിക്കണം. അതെ, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ എ ജുഡീഷ്യസ് വേ.